പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുറുക്കച്ചനുണ്ടായിരുന്നു. വിശന്നു വലഞ്ഞ കുറുക്കൻ ഒരു ദിവസം കാട്ടിൽ നിന്നും ഒന്നു കിട്ടാതായപ്പോൾ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് വെച്ചുപിടിച്ചു. ഗ്രാമത്തിൽ തനിക്ക് കഴിക്കാൻ പാകത്തിലുള്ള വല്ലതും ഉണ്ടോ എന്ന് നോക്കി നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവിടെ നിന്നോ കുറെ നായകൾ കുറുക്കനെ കണ്ടത്. ഗ്രാമത്തിലെത്തിയ അപരിചിതനായ കുറുക്കനെ കണ്ടതും നായകൾ കുറുക്കനെ ഓടിച്ചു. കുറെ നായകൾ ഒരുമിച്ച് വരുന്നത് കണ്ട് കുറുക്കൻ പ്രാണരക്ഷാർത്ഥം ഓടി ക്ഷീണിച്ച കുറുക്കൻ വന്നു കയറിയത് ഒരു ചായം മുക്കുന്ന കെട്ടിടത്തിലായിരുന്നു. അവിടെ കുറെ പാത്രങ്ങളിലായി കുറെ കളറുകളും പെയിന്റും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പാത്രത്തിലേക്ക് എത്തി നോക്കിയ കുറുക്കൻ അതിലേക്ക് വീണുപോയി. എങ്ങനെയൊക്കെയോ ആ പാത്രത്തിൽ നിന്നും പുറത്തു കടന്ന കുറുക്കൻ തന്റെ രൂപം കണ്ടു ആകെ ഞെട്ടിപ്പോയി. ആകെ നീല നിറം, അതെ, നീല കളർ നിറച്ച പാത്രത്തിലായിരുന്നു കുറുക്കൻ വീണത്. തന്നെ ഓടിച്ച നായകളെല്ലാം പോയി എന്നുറപ്പാക്കിയ നമ്മുടെ നീല കുറുക്കൻ പതുക്കെ കാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. നീല കുറുക്കനെ കണ്ട കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം ഓടാൻ തുടങ്ങി. കാരണം അങ്ങനെയൊരു മൃഗത്തിനെ അവർ ആദ്യമായി കാണുകയാണല്ലോ. മറ്റു മൃഗങ്ങളെല്ലാം തന്നെ പേടിക്കുന്നുണ്ടെന്ന് മനസ്സിലായ കുറുക്കൻ അങ്ങനെ കാട്ടിലെ രാജാവായി അങ്ങനെ ഇരിക്കെ നല്ല മിലാവുള്ള ദിവസം കാട്ടിലെ കുറുക്കന്മാരെല്ലാം പെട്ടെന്ന് കൂകാൻ തുടങ്ങി. മറ്റുകുറുക്കന്മാർ കൂവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് നമ്മുടെ നീലകുറുക്കനും കൂടെ കൂവി. അങ്ങനെ കൂവുക എന്നുള്ളത് കുറുക്കന്മാരുടെ ഒരു സ്വഭാവമാണല്ലോ. കൂവൽ കേട്ട മറ്റു മൃഗങ്ങൾക്കെല്ലാം നീലകുറുക്കന്റെ കള്ളത്തരം പിടികിട്ടി. കാര്യം മനസ്സിലായ എല്ലാ മൃഗങ്ങളും കൂടി നീലകുറുക്കനെ ആ കാട്ടിൽ നിന്നും തന്നെ ഓടിച്ചു. കുറുക്കൻ എപ്പോഴും കുറുക്കൻ തന്നെയെന്നു ഇപ്പോൾ മനസ്സിലായോ കൂട്ടുകാരെ? ആരെയും നമുക്ക് അധികകാലം കബളിപ്പിക്കാൻ കഴിയില്ല. പല നാൾ കള്ളൻ, ഒരു നാൾ പിടിയിൽ.